അല്ല എങ്ങോട്ടാണാവോ? സ്വീകരണം സംഘടിപ്പിക്കാൻ പോവായിരിക്കും. മറ്റവൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങല്ലേ. സദാശിവ, മിണ്ടിപ്പോവരുത്. ചങ്ങാടി നന്നായി കണ്ണാടി വേണ്ടെന്ന് അമിതാഭ് ബച്ചൻ ഒരു ഹിന്ദി സിനിമയെ പാടിയിട്ടുണ്ട്. അയാൾക്ക് അങ്ങനെ പലതും പാടാം. കാരണം അയാൾക്ക് നിന്നെപ്പോഴും തല്ലിപ്പൊളി ചങ്ങാതി കാണില്ല. എടാ, ചീഞ്ഞ കോഴിക്കേസിന് ഞാൻ 2 മാസം ഗോതമ്പുണ്ടെന്ന് അകത്ത് കിടന്നപ്പോ നീ പുറത്ത് കോഴിക്കാലിന്ന് സൂക്ഷിക്കായിരുന്നല്ലേ? നീ ഒന്ന് ചുവന്ന് തുടുത്തല്ലോ. ചുവന്ന് തുടുത്തല്ല, അവന്മാരെ ഇടിച്ച് പഠിപ്പിച്ചതാ. എങ്ങനെ പഠിപ്പിക്കായിരിക്കും? കോഴി വസന്ത പിടിച്ച കോഴികളെ നീ കോൾഡ് സ്റ്റോറേജ് വഴി നാട്ടുകാരെ കൊണ്ട് തീറ്റിച്ചില്ലേ? നാട്ടുകാരെ മുഴുവൻ സഹായിക്കുന്ന നീ സ്വന്തം കൂട്ടുകാരനെ കൈവിട്ടു അല്ലേ? എടാ, 5000 രൂപ കോടതി പിഴ കെട്ടി വെച്ച ആരാ? നിന്റെ തന്തയാ? നീ കാണിക്കുന്ന പോക്കൃത്തരങ്ങൾക്ക് ഞാൻ പിഴം കെട്ടി വെക്കണം, പിന്നെ നിന്റെ കൂടെ വന്ന് ജയിലിൽ റൂം ഷെയർ ചെയ്യണോ? ഇതും കൂടെ കൂട്ടി 32ാമത്തെ പ്രാവശ്യം നിന്നെ റിസീവ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അറിയോ? ഇനി അത് വേണ്ട. ഓഹോ, എന്നാൽ ഇന്ന് മുതൽ നിന്റെ പോക്കറ്റങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന ഏർപ്പാട് ഞാനും നിർത്തി. നീ വണ്ടി കയറ്. വേണ്ട, വണ്ടി കയറ്. ഇതെല്ലാ തവണത്തെയും പോലെയല്ല. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഇടികൊണ്ട് കലങ്ങി എന്റെ നെഞ്ചോട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. സദാശിവ. സദാശിവനല്ല, ഇന്നു മുതൽ ഞാൻ സദ്ദാമാണ്. സദ്ദാം ശിവൻ. നീ വെറും ബുഷ്. വെറുതെ ഇവരെവിടെ പോവാൻ? എന്റെ അടുത്ത് തന്നെ വരും.